A+Tube സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട എപ്പിസോഡിലാണ് അവരുടെ ചോദ്യങ്ങൾ വന്നത്. ചോദ്യം ഇതാണ്: ഞങ്ങൾ പെർമിറ്റൊന്നും എടുക്കാതെ കെട്ടിടം നിർമ്മിച്ചു, കെട്ടിടത്തിന് നമ്പർ കിട്ടിയിട്ടുണ്ട്, ആ കെട്ടിടത്തിന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച രണ്ട് വ്യക്തികളുണ്ട്. മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് പെർമിറ്റ് എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പെർമിറ്റ് എടുക്കാതെ കെട്ടിടം നിർമ്മിച്ചാൽ എന്നുള്ളതാണ് ഒരാളുടെ ചോദ്യം. ആ വ്യക്തി ഒരുപക്ഷെ കെട്ടിടം നിർമ്മിച്ചിട്ടില്ല, പെർമിറ്റ് ഇല്ലാതെ കെട്ടിടം നിർമ്മിക്കാൻ അദ്ദേഹം മനസ്സിലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. എവർക്ക് വേണ്ടിയുള്ള എപ്പിസോഡാണ് ഇന്നത്തേത്. അറിഞ്ഞിരിക്കുക, ഒരു കാരണവശാലും പെർമിറ്റ് എടുക്കാതെ നിങ്ങൾ കെട്ടിടം നിർമ്മിക്കരുത്. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിർമ്മിക്കുന്ന ഏത് കാര്യവും ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും. പെർമിറ്റ് ഇല്ലാതെ കെട്ടിടം നിർമ്മിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പെർമിറ്റ് എടുക്കാതെ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് നമ്പർ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. കെട്ടിട നമ്പർ വേണമോ? ആ കെട്ടിടത്തിന് ഒരു അപ്രൂവ്ഡ് ബിൽഡിംഗ് പ്ലാൻ ഉണ്ടാകണം. ആ ബിൽഡിംഗ് പ്ലാൻ അനുസരിച്ചു തന്നെ നിങ്ങൾ കെട്ടുകയും വേണം. അപ്രൂവ്ഡ് ബിൽഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അംഗീകരിച്ച, സാങ്ഷനിങ് അതോറിറ്റി അംഗീകരിച്ച, അതായത് ലോക്കൽ ബോഡിയാണ്. ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള അനുമതി നൽകുന്നത് ലോക്കൽ ബോഡിയാണ്. ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. അവിടെ നിന്നാണ് ഇതിൻ്റെ അനുവാദം നൽകുന്നത്. ഇപ്പോൾ നമുക്ക് ഓൺലൈനായി തന്നെ നമുക്ക് സ്മാർട്ട് വഴി നമുക്ക് അപേക്ഷ കൊടുക്കാം. അങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർമിറ്റ് അനുവദിച്ച് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന പെർമിറ്റിൻ്റെയും ബന്ധപ്പെട്ട രേഖകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ ഉൾപ്പെടെ ഫീസ് അടച്ച് കൃത്യമായ KMBR അല്ലെങ്കിൽ KPBR, രണ്ടും ഒന്ന് പഞ്ചായത്തിൻ്റെയും ഒന്ന് മുനിസിപ്പാലിറ്റിയും ബിൽഡിംഗ് റൂൾസാണ്. ഇതനുസരിച്ചിട്ടുള്ള പ്ലാനും ഉണ്ടാവണം. ലൈസൻസ്ഡ് എഞ്ചിനീയർ അപ്രൂവ് ചെയ്ത പ്ലാനായിരിക്കണം. ഈ പ്ലാൻ മുഖേനമാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ K-സ്മാർട്ട് വഴി കൊടുക്കണം. K-സ്മാർട്ട് വഴി അപ്രൂവലും കിട്ടും. മിക്കവാറും പല സ്ഥലങ്ങളിലും ഫിസിക്കൽ വെരിഫിക്കേഷൻ ആദ്യ റൗണ്ടിൽ നടക്കാറില്ല. ചിലയിടങ്ങളിൽ ഈ പെർമിറ്റ് കൊടുത്തിട്ട് പിന്നീട് നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നടത്തുന്നത് അപൂർവമാണ്. എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിലെ എഞ്ചിനീയറിംഗ് സെക്ഷൻ അവസാനം ഒരു പിടിപിടിക്കും. അതെപ്പോഴാണെന്നറിയോ? കംപ്ലീഷൻ സമയത്താണ്. നിങ്ങൾ അപ്രൂവ്ഡ് പ്ലാൻ പ്രകാരം തന്നെയാണോ വീട് അല്ലെങ്കിൽ കെട്ടിടം നിങ്ങൾ നിർമ്മിച്ചതെന്ന് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ അവസാന റൗണ്ടിൽ അവർ ഫിസിക്കൽ വെരിഫിക്കേഷൻ തന്നെ നടത്തും. അപ്പോൾ ചെറിയ കുറവുകളോ വീഴ്ചകളോ വ്യതിയാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരില്ല. ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കെട്ടിട നമ്പർ ആ തദ്ദേശ സ്ഥാപനത്തിലെ റവന്യൂ വിഭാഗവും നൽകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പെർമിറ്റ് ഇല്ലാതെ കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് അത് കണ്ടുപിടിച്ചാൽ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന പേരിൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കും. അത് ആദ്യം പ്രൊവിഷണൽ ഓർഡർ ലഭിക്കും. കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോപ്പ് മെമ്മോ വരും. അതുകൂടെ പ്രൊവിഷണൽ ഓർഡർ, താൽക്കാലിക ഉത്തരവ് സ്ഥിരപ്പെടുത്താതിരിക്കാൻ കാരണം കാണിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പ്രൊവിഷണൽ ഓർഡർ കിട്ടും. തുടർന്ന് പ്രൊവിഷണൽ ഓർഡറിൽ നിങ്ങൾ 15 ദിവസത്തിനകം മറുപടി കൊടുക്കുകയോ മറ്റോ ചെയ്തില്ലെങ്കിൽ കൺഫർമേഷൻ, അതായത് CO സ്ഥിരീകരണ ഉത്തരവും നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പൊളിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ വന്ന് ആ കെട്ടിടം പൊളിച്ചു നീക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ പലരും LSC ട്രിബ്യൂണലിൽ പോയി സ്റ്റേ ഓർഡറൊക്കെ വാങ്ങാറുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ കിട്ടുന്ന ആളുകളുമുണ്ട്. അതെല്ലാം വാങ്ങിയിട്ട് നടപടിക്രമങ്ങൾ ആ സാഹചര്യത്തിൽ കൊണ്ടുപോകും. പക്ഷേ പിടിക്കപ്പെട്ടാലും ഇതേപോലെ നടപടിക്രമങ്ങൾ ഉണ്ട്. റെഗുലറൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും പൊളിച്ചു മാറ്റേണ്ടിയും വരും. ചില കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. KPBRൽ ഫണ്ടമെൻ്റലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വയലേഷൻ ഉണ്ടെങ്കിൽ റെഗുലറൈസേഷൻ്റെ പരിധിയിലും വരില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും. അത് ഒന്നാമത് പറയുന്ന ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ കെട്ടിടം നിർമ്മിച്ചാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം ഇതാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, പെർമിറ്റ് ഇല്ല, കെട്ടിടം നിർമ്മിച്ചു, നമ്പർ കിട്ടി എന്നാണ് ഒരു ആളുടെ കമൻറ്റിനകത്തുള്ളത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതാണ്. ഇവിടെ ഗുരുതരമായ ഒരു കാര്യം ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, പെർമിറ്റ് ഇല്ലാതെ ഒരു വ്യക്തി കെട്ടിടം നിർമ്മിച്ചാൽ അയാൾക്ക് എങ്ങനെ കെട്ടിട നമ്പർ കിട്ടി? ഇതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഒരു രഹസ്യമായ ഒരു പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും.
അപ്രൂവ്ഡ് പെർമിറ്റ് കൊടുക്കാതെ കെട്ടിട നമ്പർ എങ്ങനെ കൊടുത്തു? ഇത് തദ്ദേശ സ്ഥാപനം, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, തദ്ദേശ സ്ഥാപനത്തിൽ നമ്പർ ഇട്ട് കൊടുക്കുന്നത് റവന്യൂ വിഭാഗമാണ്. ബന്ധപ്പെട്ട റവന്യൂ ഇൻസ്പെക്ടർ വന്നാണ് നമ്പർ തരുന്നത്. അതിനെ തുടർന്ന് അസസ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ക്യാരി ഓവർ ചെയ്യുകയും ഈ നമ്പരും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് അസസ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് എൻഡോഴ്സ് ചെയ്യുകയും തുടർന്ന് ടാക്സ് ഫിക്സ് ചെയ്ത് ഇദ്ദേഹത്തിന് ടാക്സ് ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഫിക്സേഷൻ നോട്ടീസ് ആദ്യം കൊടുക്കുകയും ചെയ്യും. അതാണ് പ്രോസസ്സ്. പക്ഷേ റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ ഇത് ചെയ്യണമെങ്കിൽ അതേ തദ്ദേശ സ്ഥാപനത്തിലെ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്നും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം, എങ്കിലേ ഇവരിത് ചെയ്യൂ. അപ്പോൾ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ റവന്യൂ ഇൻസ്പെക്ടർ എങ്ങനെയാണ് ഈ നമ്പർ കൊടുത്തത്? ദുരൂഹമാണത്. ഈ വ്യക്തി പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് വളരെ ദുരൂഹമാണ്. അത് തീർച്ചയായും അല്ലെങ്കിൽ നാളെ അതിന് സമാധാനം പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സൂപ്രണ്ടിങ് എഞ്ചിനീയറെ ആണ് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് തലേന്ന് വിജിലൻസ് പൊക്കിയത്. അയാളുടെ വീടുകളും അയാളുടെ പലയിടത്തെയും റെസ്റ്റ് ഹോമുകളും ഒക്കെ വിജിലൻസ് ഒരേ സമയം റെയ്ഡ് ചെയ്ത് കണക്കിൽപ്പെടാത്ത പണവും കണക്കിൽപ്പെടാത്ത ആഭരണങ്ങളും അതുപോലെ അനധികൃതമായിട്ടുള്ള സ്വത്ത് ഡീലിങ്സിൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. ആ മനുഷ്യനെതിരെ വിജിലൻസിൻ്റെ ഒരുപാട് പരാതികളെ തുടർന്ന് എൻക്വയറി നടക്കുകയും ഇദ്ദേഹം യാതൊരു KMBR KPBR അവിടെ ആകുമ്പോൾ KMBR ആണ്, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസാണ് കോർപ്പറേഷനും ബാധകം. അത് ലംഘിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. വിജിലൻസിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അതാണെന്ന് മനസ്സിലാക്കുന്നു. അനധികൃത കെട്ടിടങ്ങൾക്ക് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ഒരു ആക്ഷേപം. ആ ആക്ഷേപം 8ഓളം കെട്ടിടങ്ങൾക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഈ തരത്തിൽ പെർമിറ്റ് വാങ്ങാതെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള വ്യക്തികളെല്ലാം മനസ്സിലാക്കുക, നിങ്ങളുടെ കെട്ടിടം അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് തീർച്ചയായും ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അത് പിടിക്കപ്പെടും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ട്, പെർമിറ്റൊക്കെ കിട്ടി, പക്ഷേ ആ പെർമിറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിർമ്മിച്ചു, ഒരു തരത്തിലും ഓപ്പൺ സ്പേസ് ഇല്ലാത്ത, റിക്വയർമെൻറ്റ്സ് ഇല്ലാത്ത, ബിൽഡിംഗ് റൂൾ പരിപാലിക്കാത്ത കെട്ടിടമാണ് നിങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരു എവിഡൻസ് തന്നെയാണ്, അത് പെർമനൻ്റ് എവിഡൻസാണ്. അത് നമുക്ക് അവിടെ തന്നെ നിൽക്കുമ്പോൾ ആര് വന്ന് അളന്ന് നോക്കിയാലും അവിടെ ഓപ്പൺ സ്പേസ് ഇല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ഇല്ല എന്ന് തന്നെ കാണിക്കും. അപ്രൂവ്ഡ് ബിൽഡിംഗ് പ്ലാൻ ഈ ലോക്കൽ ബോഡിയിൽ തന്നെ ഉണ്ടാകും, അത് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ആ ബിൽഡിംഗ് പ്ലാനും എടുത്തുകൊണ്ട് സൈറ്റ് പരിശോധന വിജിലൻസ് വരുമ്പോൾ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടാകും. അത് മിക്കവാറും ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഈ ബിൽഡിംഗ് റൂളൊക്കെ കൃത്യമായും അറിയുന്നൊരു ഉദ്യോഗസ്ഥനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ പരിശോധനകൾ കെട്ടിടങ്ങളിൽ നടത്തുന്നത്. അവർ കൃത്യമായും അത് സ്ഥലപരിശോധന നടത്തിയിട്ട് ഇവിടെ സ്പേസ് കുറവാണെങ്കിൽ അത് പറയും, അപ്പുറത്ത് സ്പേസ് കുറവാണെങ്കിൽ അത് പറയും, ഏത് ബിൽഡിംഗ് റൂളിൻ്റെ ഏത് റൂളാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളതെന്നും പറയും. കൃത്യമായും അവർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പിന്നീട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു കെട്ടിടത്തിൽ നിന്നും വ്യത്യാസം വരുത്തി ആരെങ്കിലും പണിത് കൈക്കൂലി കൊടുത്ത് ഉദ്യോഗസ്ഥനെ മണിയടിച്ച് സ്വാധീനിച്ച് കെട്ടിട നമ്പർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത കാണിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പൂട്ടപ്പെടും. അതാണ് ഇപ്പോൾ കോഴിക്കോടിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദ ടോപ്പ് മോസ്റ്റ് അതോറിറ്റി ഇൻ ദിസ് ലോക്കൽ ബോഡി. ആ കോഴിക്കോട് കോർപ്പറേഷനിലെ ഉന്നതനായ മനുഷ്യൻ സൂപ്രണ്ടിങ് എഞ്ചിനീയറെ ആണ് വിജിലൻസ് പൊക്കിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ കെട്ടിടത്തിനെയും ബാധിക്കാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ബിൽഡിംഗ് റൂൾ അപ്രൂവ്ഡ് പ്ലാൻ എങ്ങനെയാണോ അതനുസരിച്ച് കെട്ടിടം പണിയുക. എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ്ഡ് പ്ലാൻ കൊടുക്കുക. എല്ലാം ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഏതെങ്കിലും സൂപ്പർവൈസർ അങ്ങോട്ട് മാറ്റിയാൽ കുഴപ്പമില്ല, ഇങ്ങോട്ട് മാറ്റിയാൽ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആ വാക്കുകളിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ മാത്രമേ കാണൂ, ഒരു സൂപ്പർവൈസറും കാണൂല. നിങ്ങളുടെ കെട്ടിടവും നിങ്ങളുടെ പണവും പോയി നിങ്ങൾ കെട്ടിടത്തിൻ്റെ നമ്പറിൽ ലഭിക്കാതെ കയറി ഇറങ്ങി നടക്കണം. അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ ഞാൻ ഹൈക്കോർട്ടിലായതുകൊണ്ട് എനിക്കിവിടെ അറിയാം, കൊച്ചി നഗരത്തിൽ അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ പൂട്ടിയിട്ടപ്പെടുന്നുണ്ട്. കാരണം നമ്പറില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പൂട്ടിയിടപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. രണ്ടാമത് നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഈ നിലവിലൊരു ചെറിയ മുറിയോ കടയോ ചെറിയ വീടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ നമ്പർ ഇവർ വെക്കുന്ന കെട്ടിടത്തിൽ പിന്നീട് അവരെടുത്ത് ഫിറ്റ് ചെയ്യും.
ആ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടായിരിക്കും പുതിയ കെട്ടിടം വെക്കുന്നത്. ആ പഴയ കെട്ടിട നമ്പർ തന്നെ പുതിയ കെട്ടിടത്തിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടുള്ള ടാക്സും ചെറിയ ടാക്സ് ആയിരിക്കും, അതും അടച്ചുകൊണ്ട് പോകും. ചില ഉദ്യോഗസ്ഥന്മാർ കൂടി അനുവദിച്ചിട്ടാകാം, ചിലപ്പോൾ ഉദ്യോഗസ്ഥർ അറിയണമെന്നില്ല, ഉദ്യോഗസ്ഥർ അറിയാതെ ആയിരിക്കാം. ഇങ്ങനെയും ചിലർ കാട്ടിക്കൂട്ടുന്നുണ്ട്. പിടിക്കപ്പെട്ടാൽ അവരുടെ കാര്യവും ബുദ്ധിമുട്ടാകുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇതെല്ലാം നിയമലംഘനങ്ങളാണ്. നിയമലംഘനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ, ഒരു തെറ്റ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ആ തെറ്റ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരുത്തപ്പെടേണ്ടി വരും, ഇല്ലെങ്കിൽ അതിന് പിഴ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതിൻ്റേതായ സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കേണ്ടിയും വരും എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാണ് ഈ സബ്സ്ക്രൈബറുടെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെക്കുന്നത്. ബിൽഡിംഗ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും എപ്പിസോഡുകൾ വരുന്നുണ്ട്. താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.